ഇവിടെ ഈ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് 6 മാസം കഴിഞ്ഞല്ലോ ഇപ്പൊ. അവൻ 3 മാസം പറഞ്ഞല്ലോ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഞാൻ എന്റെ പെറ്റതല്ലേ ഇല്ലേ, ഞാനിപ്പോ കൊണ്ടുപോകുന്ന നിർബന്ധിച്ച് അവനെ കിടന്ന് പറയുകയോ ചെയ്യാൻ പറ്റുമോ? മോളെ, ഞാൻ അവിടെ അവനും അവളും രാവിലെ അങ്ങ് ജോലിക്ക് പോകും. പിള്ളേർ 2 ഹോസ്റ്റലിലുവാ. ഞാൻ തന്നെയാ വയ്യോളം അവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ 2 പേരും ഉള്ളപ്പോ അതെനിക്കൊരു സമാധാനമായി. എടേ, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇവിടെ വന്നിരിക്കെ. ഞാനേ അവനോടൊന്നും മുഷിഞ്ഞ് പറയാത്തത് കൊണ്ടാണ് അവൻ വന്ന് വിളിച്ചോണ്ട് പോകാത്തത്. ഒരു കാര്യം ചെയ്യേ, അമ്മയോട് ഡ്രസ്സ് മാറി നിൽക്കാൻ പറ, ഞാൻ കൊണ്ടുവിടാം. ശരി, ഞാൻ ചെന്ന് പറയാം. അമ്മ പോയി ഡ്രസ്സ് മാറി സാരി ഉടുത്തിട്ട് പോവാ അമ്മേ. അപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടുവിടാൻ തീരുമാനിച്ചില്ലയോ? അമ്മയോട് ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മ മേലിലോട്ട് പോയിട്ടുണ്ടേ. നമ്മളെ പിള്ളേർ ഒത്തിരി ദിവസമായി വിളിച്ചിട്ട്. ചന്തുകുഞ്ഞും വിളിക്കുന്നില്ല, അനുമോളും വിളിക്കുന്നില്ല. ഞാൻ അനുമോളെ ഒന്ന് വീഡിയോ കോളിൽ ഒന്ന് വിളിക്കട്ടെ? വിളിക്കേ. അനുമോളെ, എന്താ മക്കളെ വിളിക്കാത്ത? നീയും വിളിക്കുന്നില്ല, ചന്തുവും വിളിക്കുന്നില്ല. കുഞ്ഞെന്തിയ മോളെ? എപ്പോഴും വിളിച്ചിട്ട് എന്തോത്തിനാ മമ്മി? ഞാൻ തൊഴുതു പറയുവാ മമ്മി, ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. കുഞ്ഞിവിടെ ഉണ്ട്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ മമ്മി സംസാരിക്കേണ്ടത്? നമ്മളൊരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ മമ്മിയും പപ്പായും കൂടെ അല്ലേ അതിന് ഇടം കോലിട്ടത്? ചേട്ടനെയും വിളിക്കരുത് മോളെ. അപ്പൊ നിങ്ങൾ ക്രിസ്തുമസിന് വരത്തില്ലേ മോളെ? അങ്ങോട്ട് വന്നിട്ട് എന്തോത്തിനാ? എപ്പോഴും അവിടെ വന്നോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾ തായ്ലാൻഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തെറ്റുപറ്റിപ്പോയ ദിവസേട്ടാ. ഇന്ന് ഞാൻ നാളെ നീന്നാ. കേട്ടില്ലയോ പറഞ്ഞൊക്കെ? കൺമുന്നിലുള്ള അമ്മ എന്ന ദൈവത്തെ അപമാനിക്കുകയും കാണാത്ത ദൈവങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ നാടാണ് ദിവസേട്ടായത്. അമ്മേ, ഞാൻ ഒരുങ്ങി മോളെ പോകാനെ കൊണ്ട് ഞാനെല്ലാം എടുത്തു വെച്ചു പോകാം. അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയമ്മേ. തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിൽ കിടത്തി എന്നെ ഇറക്കി എന്നെ അമ്മ. കട്ടിലുണ്ടായിട്ടും തെരുവിലേക്ക് ഇറക്കി എന്ന മക്കളെ ഒരു മകളാകത്തില്ലെന്ന് ഞാന് എന്റെ മകനെന്നും ഇടത്തില്ല. ഞാൻ മരിക്കുന്നവരെ എന്റെ അമ്മ എന്റെ